നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 1 അടുക്കുകയാണ്. കേന്ദ്ര ബജറ്റ് വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. ശമ്പളക്കാരായ നമ്മളെ സംബന്ധിച്ച് ബജറ്റ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇൻകം ടാക്സ് ആണ്. ഇത്തവണ ടാക്സ് സ്ലാബുകളിൽ വലിയ മാറ്റം വരുമോ? പഴയ ടാക്സ് രീതി വേണോ അതോ പുതിയത് മതിയോ? ഈ വലിയ കൺഫ്യൂഷൻ മാറ്റാനാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പുതിയ ടാക്സ് രീതിയിൽ സർക്കാർ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നു. 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്ന വലിയ പ്രഖ്യാപനം നമ്മൾ കണ്ടതാണ്. ശമ്പളക്കാർക്ക് 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി കിട്ടുമ്പോൾ ഏകദേശം 12,75,000 രൂപ വരെ ടാക്സ് ഇല്ലാതെ കൊണ്ടുപോകാം. എന്നാൽ ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വിപണിയിലെ സംസാരമനുസരിച്ച് പുതിയ ടാക്സ് രീതി കുറച്ചുകൂടി ലളിതമാക്കാൻ സർക്കാർ നോക്കുന്നുണ്ട്. സ്ലാബുകളുടെ എണ്ണം കുറച്ച് ടാക്സ് അടയ്ക്കുന്നത് എളുപ്പമാക്കാനാണ് നീക്കം. പഴയ ടാക്സ് രീതിയുടെ കാര്യമെടുത്താൽ പലർക്കും ഇപ്പോഴും പ്രിയം അതുതന്നെയാണ്. കാരണം LIC, വീട്ടുവാടക, PF, ഹോം ലോൺ എന്നിങ്ങനെയുള്ള ഇളവുകൾ കിട്ടണമെങ്കിൽ പഴയ രീതി തന്നെ വേണം. നിലവിൽ പഴയ രീതിയിൽ 5 ലക്ഷം രൂപ വരെയാണ് ടാക്സ് ഇളവ് ലഭിക്കുന്നത്. ഇത്തവണ ഈ പരിധി കൂട്ടുമെന്നും ATC പ്രകാരമുള്ള ഇളവുകൾ 1.5 ലക്ഷത്തിൽ നിന്ന് ഉയർത്തണമെന്നുമുള്ള ആവശ്യമുണ്ട്. എങ്കിലും സർക്കാർ കൂടുതൽ ആളുകളെ പുതിയ ടാക്സ് രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ രീതിയിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പുതിയ ടാക്സ് രീതിയിൽ സ്ലാബുകൾ 5% മുതൽ 30% വരെയായി വിഭജിച്ചിട്ടുണ്ട്. 24 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്കാണ് 30% ടാക്സ് വരുന്നത്. എന്നാൽ പഴയ രീതിയിൽ 10 ലക്ഷത്തിന് മുകളിൽ പോയാൽ തന്നെ ടാക്സ് 30%ലേക്ക് എത്തും. അതുകൊണ്ട് ഒരു വലിയ നിക്ഷേപവും ഇല്ലാത്തവർക്ക് പുതിയ രീതി തന്നെയാണ് ലാഭം. പക്ഷെ നിങ്ങൾ കൃത്യമായ ഇൻഷുറൻസും ലോണും ഒക്കെ ഉള്ള ആളാണെങ്കിൽ പഴയ രീതി ഗുണകരമായേക്കാം. ഇത്തവണത്തെ ബജറ്റിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയാക്കി ഉയർത്താൻ സാധ്യതയുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് നടപ്പായാൽ ശമ്പളക്കാർക്ക് കയ്യിൽ കിട്ടുന്ന പണം കുറച്ചുകൂടെ കൂടും. കൂടാതെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് പുതിയ ടാക്സ് രീതിയും എന്തെങ്കിലും ഇളവുകൾ നൽകുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ബജറ്റ് ദിവസം നിർമ്മല സീതാരാമൻ ടാക്സിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് പറയുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ടാക്സ് നിയമങ്ങൾ സങ്കീർണമായതിനാൽ നിങ്ങളുടെ വരുമാനവും നിക്ഷേപവും നോക്കി മാത്രം ഏത് രീതി വേണമെന്ന് തീരുമാനിക്കുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ടാക്സ് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക വിദഗ്ധനുമായി ചർച്ച ചെയ്യുക.